ഹായ് കൂട്ടുകാരെ, ഇത് ഹൈദരാബാദിലെ ബിർള മ്യൂസിയമാണേ. അപ്പം ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ള സ്ഥലമാണ്. 4 ഫ്ലോറിലായിട്ടാണ് ഇതിൻ്റെ എക്സിബിറ്റ്സ് ഒക്കെ വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഇൻട്രാക്റ്റീവ് സയൻസ് സെൻറ്റർ, അതായത് നമ്മൾ തിയററ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്തും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ ഗൈഡൊന്നുമില്ല. നമ്മളിതെല്ലാം വായിക്കാം, ഇങ്ങനെ ക്ഷമിച്ച് എല്ലാ കാര്യങ്ങളും വായിക്കുക. പിന്നെ ഇതിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് അടുത്ത ഓരോ മെഷീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ പെൻറ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ +1 +2 ഒക്കെ പഠിച്ചിപ്പം ഫിസിക്സൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഏകദേശം 12 വർഷത്തോളമായി. അപ്പം എനിക്ക് അതിനോട് വലിയ ടച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ ഡെപ്തായിട്ട് നിങ്ങളോടൊന്നും പറയാത്തത്. നമ്മുടെ സെക്ഷൻ എന്ന് വെച്ചാൽ അത് മെഡിക്കൽ റിലേറ്റഡാണ്. അപ്പോൾ ബയോളജി റിലേറ്റഡ് ആണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് പറയാമായിരുന്നു. അപ്പോൾ ഫിസിക്സൊക്കെ പഠിച്ചു പോയ കാലങ്ങൾ മറന്നു. അതുകൊണ്ട് പിന്നെ നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലേ നമുക്കിത് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കൃത്യമായിട്ടത് പറഞ്ഞു തരണമെങ്കിൽ ഫിസിക്സൊക്കെ നല്ല പഠിച്ചിട്ടുള്ള അതിൽ BSc MSc ഒക്കെ എടുത്ത ആൾക്കാർക്കാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുക. പിന്നെ ഇവിടെ മിററിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, റിയൽ ഇൻവേർട്ടഡ് ഇമേജസൊക്കെ. അപ്പം ഞാൻ പറയുന്നതൊക്കെ ശരിയാണോയെന്ന് എനിക്ക് നിശ്ചയമില്ല, കാരണം ഞാൻ വർഷങ്ങൾക്ക് മുന്നേ പഠിച്ചതിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൽ ഓരോ റൂമിലായിട്ട് നമ്മുടെ പഴയ കമ്പ്യൂട്ടർ, അതിൻ്റെ ടൈപ്പ് റൈറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് കാണാം. പണ്ടത്തെ കമ്പ്യൂട്ടർ, പണ്ട് യൂസ് ചെയ്ത ടൈപ്പ് റൈറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ അത് എന്താണ്, നമ്മൾ ചെറിയ കയ്യിൽ വെക്കുന്ന സെൽഫോണിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള അതുണ്ടല്ലോ, അതൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഇല്യൂഷൻ്റെ റിലേറ്റഡ് സംഭവം. എനിക്കിതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന്, ഇതെങ്ങനെയാണെന്നൊന്നും എനിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പം ഞാനങ്ങനെ നിന്ന് വായിക്കാൻ നിന്നില്ല. നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യണമല്ലോ, അത് മാക്സിമം സ്പോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് കുറച്ച് സമയത്ത്. കാരണം നമ്മുടെ 3 to 4 days ട്രിപ്പാണ് ഹൈദരാബാദ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, നമുക്കിപ്പം ക്യാമറയൊക്കെ എത്ര സുലഭമായിട്ട് യൂസ് ചെയ്യാമല്ലേ. ഏതൊക്കെ ടൈപ്പ് ക്യാമറ, മൊബൈൽ ക്യാമറ, പോക്കറ്റിൽ ക്യാമറ, അങ്ങനെ ഇഷ്ടംപോലെ ക്യാമറ. ഇതുണ്ടോ, പണ്ടത്തെ ഒരു ക്യാമറയാണ്. എത്ര ഹെവിയാണ് ഈ സാധനം. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിക്കണമെങ്കിൽ തന്നെ എത്ര ടൈം, എന്ത് വലിയ വണ്ടിയൊക്കെ വേണ്ടി വരും അല്ലേ. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇവിടെ ഒരു മൊബൈലൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ പണ്ടത്തെ നോക്കിയേൻ്റെ, പിന്നെ അതിൽ നിന്ന് വരുന്നത് പിന്നെ സ്മാർട്ട് ഫോണുകൾ, അതിൻ്റെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഏരിയ ആണ്. ഇവിടെ ബയോളജി റിലേറ്റഡ് കുറച്ച് സ്കെൽറ്റൽ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഓരോ സിസ്റ്റം വൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡെമോ മോഡൽസ് മാത്രമേ, ഇതൊന്നും ഒറിജിനലൊന്നുമില്ല. അത്രേ ഉള്ളൂ. നമ്മൾ ബയോളജി റിലേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത ഫ്ലോറിലേക്കൊക്കെ ചെന്നപ്പോൾ അവർ നമ്മളെ കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ബിർള മ്യൂസിയത്തിൻ്റെ അതായത് 4th ഫ്ലോറിലാണ് ഇതൊക്കെ ഉള്ളത്, നമ്മുടെ ഡൈനോസറിൻ്റെ ഫോസിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് സമയമുണ്ട്, വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈമുണ്ട്, ഹൈദരാബാദിലൊരു 3-4 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ.